നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ രേണുവിനൊക്കെ എതിരെ വരുന്ന ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതേക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കത്തില്ല. ഇതേക്ക് നേരത്തെ ഉണ്ടെങ്കിൽ താമസിച്ചിരുന്ന വീട്ടിലെ ഓണർ വന്നിട്ട് വാടകയുടെയൊക്കെ കുടിശ്ശിക കിടപ്പുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ തരാൻ കിടപ്പുണ്ടെന്നുള്ള രീതിയിൽ രേണുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു ഉണ്ടെങ്കിൽ ഇത് കണക്ക് ശ്രുതി അടുത്ത് ചെന്ന് ചോദിക്കാനുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പറഞ്ഞത്. എന്തായിരുന്നാലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരാൾ വന്നിരിക്കുകയാണ്. അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ചോദിക്കാൻ ചെന്നപ്പോൾ തനിക്കെതിരെ ഉണ്ടെങ്കിൽ പരാതിയൊക്കെ ഇല്ലാത്ത പരാതിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. എത്ര നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്, ആവശ്യം വന്നപ്പോൾ അവർക്ക് എടുത്ത് കൊടുത്തതാണ്. പക്ഷേ തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് കണക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട്, എൻ്റെ മക്കൾക്കെതിരെയൊക്കെ. അത് പൈസയും കിട്ടുന്നില്ല, അവസാനം കൊണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവർക്ക് പൈസ കൊടുത്തത് ഇപ്പോൾ വലിയ തെറ്റായി പോയെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് ഒരുപാട് പേരുണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ഇത്രയും പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അവസാനം ചോദിച്ചപ്പോൾ തന്നില്ല, അത് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും അതേപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു തിരിച്ചു തരുന്നില്ല. ഇപ്പോൾ ഇത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ട്, രേണു തന്നെ പറയുന്നുണ്ട് തനിക്ക് ഒരുപാട് പൈസ ഉണ്ട്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. എന്നിട്ട് പോലും ഉണ്ട് ഇവർക്ക് ഈ മേടിച്ച പൈസയൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. അത് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് പേരുണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ട് പോലും ഉണ്ട് ഈ രേണു പൈസ കൊടുക്കുകയോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നൊന്നുമില്ല.